ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഓഗസ്റ്റ് 25 ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. ഇന്നലെ നമ്മൾ കണ്ട സംഭവങ്ങൾക്കൊക്കെ ഒടുവിലായി ഇന്ന് ഒരു പുതിയ ഒരു പ്രശ്നത്തിൻ്റെ നടുവിലാണ് ഇസ്രായേൽ രാജാവായ ആഹാബ് എത്തപ്പെട്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അരാം രാജാവായ ബെൻഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി അവരോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഒക്കെ ചേർന്ന് യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. എന്നിട്ട് ശമരിയെ നിരോധിച്ചു. ശമരിയാണല്ലോ വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ തലസ്ഥാനം. അപ്പോൾ ഇസ്രായേൽ രാജാവ് ആഹാബ് അടുത്ത പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ചിട്ട്, ആഹാബിൻ്റെ അടുക്കൽ ബെൻഹദദ് ദൂതന്മാരെ അയച്ചിട്ട് പറയാണ്, നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിന്റെ സൗന്ദര്യമേറിയ ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളവർ എന്നൊക്കെ ബെൻഹദദ് പറയുന്നു എന്ന് ദൂതന്മാർ വന്ന് പറയുകയാണ്. ദൂതന്മാർ വീണ്ടും വന്നു, അത് പറഞ്ഞൊക്കെയും സമ്മതിക്കുന്ന തരത്തിൽ ആയിരുന്നത് എന്ന് എന്തൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് രാജാവ് മറുപടി പറയണം ആഹാബ്. പിന്നെയും ബെൻഹദദ് വന്ന്, നിന്റെ വെള്ളിയും പൊന്നും നിന്റെ ഭാര്യമാരും നിന്റെ പുത്രന്മാരെ എനിക്ക് തരണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ, നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയക്കും എന്ന് പറയുന്നു. അപ്പം ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ആഹാബ് രാജാവിനെ കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ ഒരു പ്രവാചകൻ, നേരത്തെ അറിയാവുന്നതാണോ അറിയാത്തതാണോ എന്ന് ഇവിടെ തെളിവില്ല, ഒരു പ്രവാചകൻ ആഹാബിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നാളെ നീ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നിനക്കെതിരെ വരുന്ന ഈ ബെൻഹദദിൻ്റെ ഈ മഹാസംഘത്തെ തോൽപ്പിക്കും, നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ പറയുന്നു. അതുകൊണ്ട് ആ യഹോവയെ നീ അറിയും എന്ന് പറയുകയാണ് ഈ പ്രവാചകൻ. ആരെ കൊണ്ടെന്ന് ആഹാബ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം യഹോവ അരുളി ചെയ്യുന്നത്, ഈ ദേശാധിപതികളുടെ ബാല്യക്കാരെ കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പം ആഹാബ് ആര് ആണ് ആദ്യം പട തുടങ്ങേണ്ടത്? നീ തന്നെ എന്ന് ആ പ്രവാചകൻ ആഹാബിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. മൊത്തം എണ്ണി നോക്കി, ദേശാധിപതികളുടെ ബാല്യക്കാരാകെ 232 പേരാണ്. പക്ഷേ ഇസ്രായേൽ മക്കളുടെ പടജനത്തെയൊക്കെ എണ്ണി അവർ 7000 പേരുണ്ടായിരുന്നു. എന്നാൽ അപ്പുറത്ത് അതല്ല അവസ്ഥ. അപ്പുറത്ത് വളരെയധികം ആൾക്കാർ, കുതിരച്ചേവകരും കുതിരപ്പട്ടാളവും ഒക്കെ ഉള്ള ഒരു ഇതാണ് അപ്പുറത്ത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന അരാമ്യരെ കഠിനമായി ഈ ചെറിയ കൂട്ടം 7000 ഇസ്രായേലിൻ്റെ പടജനവും 232 ബാല്യക്കാരും ചേർന്ന് അവരെ ഓടിക്കുന്നതാണ് കാണുന്നത്. അരാമ്യരെ കഠിനമായി തോൽപ്പിക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ധൈര്യപ്പെട്ട് ചെന്ന് നീ ചെയ്യുന്നത് കരുതിക്കൊള്ളാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അടുത്ത വർഷം വീണ്ടും ഈ അരാം രാജാവ് വരും. അവരിപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് പർവ്വതദേവന്മാരാണ് ഇസ്രായേലിലുള്ളത്, അതുകൊണ്ടാണ് അവർ നമ്മെ തോൽപ്പിച്ചത് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പം സമഭൂമിയിൽ വെച്ച് വേണം യുദ്ധം ചെയ്യാൻ എന്ന് പറയാം. അപ്പം ഈ വിവരം പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വതദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെയൊക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ദൈവം പറയുകയാണ്. അവർ പറയുകയാണ്, ഇത് പർവ്വതദേവനാണ് യഹോവയായ ദൈവം, അതുകൊണ്ടാണ് നമ്മൾ തോൽപ്പിക്കപ്പെട്ടത്. സമഭൂമിയുടെ വന്ന് അവരെ തോൽപ്പിക്കും, അപ്പം നമ്മൾ ജയിക്കും. എന്നാൽ ഈ സമഭൂമിയിൽ വെച്ച് തന്നെ ഇസ്രായേലിനെ വീണ്ടും നമ്മൾ തോൽപ്പിക്കും എന്ന് പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ 7 ദിവസം ഇറങ്ങി 7-ാം ദിവസം പടയുണ്ടായി. ഇസ്രായേലിയർ അരാമ്യരിൽ 100,000 കാലാളുകളെ ഒരു ദിവസം തന്നെ കൊന്നു. ഒരു ദിവസം, ഒറ്റ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ 100,000 പേരെ, 100,000 കാലാൾ പടയാളികളെ കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശേഷിച്ചവർ അഫേക്ക് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ബാക്കി ശേഷിച്ചിരുന്ന 27,000 പേരുടെ മേൽ പട്ടണത്തിൻ്റെ മതിൽ വീണ് അവരും മരിച്ചു. ബെൻഹദദും ഓടി പട്ടണത്തിനകത്ത് കടന്ന ഒരു ഉള്ളറയിൽ ഒളിച്ചു. അങ്ങനെ ആണ് അവസ്ഥ. അപ്പം ഭയപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം തന്നെ അവർക്കൊരു വിടുതൽ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിലെ രാജാക്കന്മാർ വളരെ ദയയുള്ളവരാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന്
ബെൻഹദിൻ്റെ ഭൃത്യന്മാർ ബെൻഹദിനെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നീ ചെന്ന് അവരോട് ക്ഷമ ചോദിച്ച് മാപ്പപേക്ഷിച്ചാൽ നിന്റെ ജീവനെ രക്ഷിക്കും, അവർ നിന്നെ സഹായിക്കും എന്ന് പറയാം. അങ്ങനെ പോയി ദൂതന്മാരെ വിട്ട് ബെൻഹദ് അപേക്ഷിക്കുന്നുവെന്ന്, തൻ്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവൻ ജീവനോടെ ഇരിക്കുന്നുവോ? അവൻ എൻ്റെ സഹോദരൻ തന്നെ എന്ന് ആഹാബും പറയുകയാണ്. ആ പുരുഷന്മാർ അവനെ രഥത്തിൽ കയറ്റി ചെന്ന്, എൻ്റെ അപ്പൻ നിൻ്റെ അപ്പനോട് പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഞാൻ മടക്കിത്തരാം, എൻ്റെ അപ്പൻ ശമരയിൽ ഉണ്ടാക്കിയതുപോലെ നീ ദമ്മശ്ശേക്കിൽ നിനക്ക് തെരുവീഥികളെ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ആഹാബ് ആ ഉടമ്പടിയിന്മേൽ ഞാൻ നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞ് ഈ ബെൻഹദിനെ, ഈ അരാം രാജാവിനെ ഇസ്രായേൽ രാജാവായ ആഹാബ് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അവനെ ഫ്രീ ആക്കി. ഇത്രയും ഉപദ്രവം ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്ന അയാളെ, ആ രാജാവിനെ വെറുതെ വിടുന്നു. എന്നാൽ അതിൻ്റെ താഴെ വേറൊരു സംഭവം നടക്കുന്നത്, പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തൻ യഹോവയുടെ കൽപ്പന പ്രകാരം തൻ്റെ ചങ്ങാതിയോട് എന്നെ അടിക്കണമെന്ന് പറയാണ്. അവന് അടിക്കാൻ മനസ്സുണ്ടായില്ല. അപ്പം നീ യഹോവയുടെ വാക്ക് അനുസരിക്കായതുകൊണ്ട് നീ എന്നെ വിട്ട് പുറപ്പെട്ടോന്നെ ഒരു സിംഹം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവനെ പുറപ്പെട്ട ഒരു സിംഹം അവനെ കൊല്ലും. അങ്ങനെ പറയുന്നൊരു പ്രവാചകനാണ്. പിന്നെ മറ്റൊരുത്തിനെ കണ്ട് എന്നെ അടിക്കാൻ പറഞ്ഞു. അവനെ അടിച്ച് മുറിവേൽപ്പിച്ചു. പ്രവാചകൻ ചെന്ന് വഴിയിൽ രാജാവിനെ, അപ്പം ഈ മുറിവേൽക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ പ്രവാചകൻ മുറിവേറ്റ് തലപ്പാവ് കണ്ണുവരെ താഴ്ത്തി കെട്ടി വേഷം മാറി ഒരു തല്ലുകൊണ്ട് അവനെ പോലെ അവിടെ പോയി വഴിയിൽ നിൽക്കുകയാണ്. രാജാവ് കടന്നു പോകുമ്പോൾ രാജാവ് നമ്മോട് വിളിച്ചു പറഞ്ഞ അടിയൻ പടയുടെ നടുവിൽ ഒരു കഥ പറയുകയാണ്, ഇല്ലാത്തൊരു കഥ പറയുകയാണ്. അടിയൻ പടയുടെ നടുവിൽ ചെന്നിരുന്നു, അപ്പോൾ ഇതാ ഒരുത്തൻ തിരിഞ്ഞ് എൻ്റെ അടുക്കൽ ഒരാളെ കൊണ്ടുവന്ന് ഇവനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ഇവനെ സൂക്ഷിച്ചു കൊള്ളണം, ഇവനെ കാണാതെ പോയാൽ നിന്റെ ജീവൻ അവൻ്റെ ജീവന് ഇത് കഥ പറയാണ്, ഒരു കഥയായിട്ട് പറയാണ് എന്ന് ഇരിക്കും. അല്ലെങ്കിൽ നീ ഒരു താലന്ത് വെള്ളി തൂക്കി തരേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങും ഇങ്ങും നോക്കി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടവനെ കാണാതായി. അപ്പം കാണാതായതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കും? അയാൾ വന്ന് ചോദിക്കും, ഞാൻ ഇതിനെ ഏൽപ്പിച്ചു പോയ ആളിവിടെ, അപ്പോൾ ഒരു താലന്ത് വെള്ളി തൂക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇസ്രായേൽ രാജാവായ ആഹാവ് പറഞ്ഞു, അത് നിന്റെ വിധി, നീ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നീ തന്നെയല്ലേ തീർച്ചയാക്കിയത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ക്ഷണം അപ്പം തന്നെ ആ പ്രവാചകൻ കണ്ണിൽ നിന്ന് തലപ്പാവ് നീക്കി. അപ്പോൾ അത് ഒരു പ്രവാചകനാണ്, അവൻ പ്രവാചകനാണ് ഇസ്രായേൽ രാജാവ് അറിഞ്ഞു. ഇനിയാണ് ആ സംഭവത്തിൻ്റെ എന്തിനു വേണ്ടിയാണ് ഈ പ്രവാചകൻ ഇങ്ങനെ വേഷം മാറി നിന്നതിൻ്റെ കാരണം വരുന്നത്. അപ്പോൾ പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നാശത്തിനായിട്ട് ഞാൻ നിയമിച്ച ആളെ നീ വിട്ടയച്ച് കളക കൊണ്ട്. ആരെയാണ്? ബെൻഹദിനെ കൊല്ലാനായിട്ട് നിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ നീ അയാളെ കൊല്ലാതെ അവനെ വിട്ടയച്ചു കളഞ്ഞത് കൊണ്ട് നിന്റെ ജീവൻ അവൻ്റെ ജീവന് പകരമായിരിക്കും, നിന്റെ ജനം അവൻ്റെ ജനത്തിന് പകരമായിരിക്കും എന്ന് പറഞ്ഞു. ഇതാണ്, ഇതിനു വേണ്ടിയാണ് ഈ കാര്യം പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് ആഹാബിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേഷം മാറി നിന്നത്. അതിന് വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയാണ് മറ്റൊരു പ്രവാചക ശിഷ്യനോട് തന്നെ അടിക്കാനൊക്കെ പറയുന്നത്. പ്രവാചക ശിഷ്യനോട് അടിക്കാൻ പറയുന്നത്. ഒരാൾ അടിച്ചില്ല, മറ്റേയാൾ അടിച്ച് മുറിവേൽപ്പിച്ച് ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഈ ഇസ്രായേൽ രാജാവിനെ കാണാൻ വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ രാജാവ് വ്യസനവും നീരസവും ഉള്ളവനായി അരമനയിലേക്ക് പുറപ്പെട്ട് ശമരിയിലെത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം, അത് ആദാം മുതൽ യേശുക്രിസ്തു വരെ, യേശുക്രിസ്തുവിന് ശേഷം യേശുക്രിസ്തുവിന് ശിഷ്യന്മാർ മുതൽ ഇന്ന് നമ്മൾ വരെ, ഇന്നിപ്പോൾ നമ്മളാണല്ലോ ഏറ്റവും അവസാനം നിൽക്കുന്ന ജനം, മനുഷ്യർ. നമ്മൾ വരെ ഈ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ ആഹാബിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ആഹാബ് എന്താ സംഭവിച്ചത്? ആഹാബ് അയാളെ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ മനസ്സലിഞ്ഞ് അങ്ങ് വിട്ടു. പക്ഷെ ദൈവം അതിനായിട്ടല്ല അയാളെ അവിടെ എത്തിച്ചത് എന്നുള്ളതാണ്. ഇത് നമുക്ക് പലപ്പോഴും ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ അറിയാതെ പോകുമെന്നുള്ള. അപ്പോൾ അതേസമയം ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരുവൻ, ആഹാബിനെ പോലെ ഒരുവൻ അല്ലെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ഭക്തയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഈ മാറ്റങ്ങളും സാഹചര്യങ്ങളും ചില
ഇടപെടലുകളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ അങ്ങനെയുള്ളവർക്ക് പറ്റും. പക്ഷെ ആഹാബ് അങ്ങനെയല്ല. ആഹാബ് ദൈവത്തിൻ്റെ വഴിയിലല്ല, മറിച്ച് അവിടുത്തെ മറ്റ് അന്യദൈവങ്ങളുടെ പുറകെയാണ്. തൻ്റെ ഭാര്യയായ സീതോന്യായ അവരുടെ വർത്തമാനവും അവർ പറയുന്നതും കേട്ടാണ് ഇയാൾ ജീവിക്കുന്നത്. ഇസ്രായേലിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചല്ല, ഇസ്രായേലിൻ്റെ ദൈവത്തിനെ പിൻപറ്റിയല്ല ഇയാൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അതങ്ങനൊരു അയാൾ കഴിയില്ല. അങ്ങനൊരു കൃപ ദൈവത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ടാകുകയില്ല. അതാണ് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെ മാത്രമല്ല, ഇന്ന് ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമുക്ക് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം. ചെറിയൊരു അധ്യായമാണ് ഇത്. ഇതിൽ ഫെലിസ്തരെ കുറിച്ചുള്ള യിരെമ്യാ പ്രവാചകന് ദൈവത്തിന് ലഭിക്കുന്ന പ്രവചനമാണ്, അല്ലെ പ്രവാചകമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത്, ഫറവോൻ ഗസയെ തോൽപ്പിക്കുന്നതിന് മുമ്പേ ഫെലിസ്തരെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടുന്നതാണ്. ഈ ഫെലിസ്തർ നശിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പം ഇതിൽ ഗസ, ഗത്ത്, അസ്കലോൻ, എക്രോൻ, അസ്തോരത്ത്, ഇങ്ങനെ അങ്ങനെ 5 അസ്തോരത്താണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും 5 മഹാനഗരങ്ങൾ ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഫെലിസ്തീയ രാജ്യം എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് കഫ്തോറിലാണ്, അല്ലെങ്കിൽ കഫ്തോരിയം എന്നൊക്കെ നമ്മൾ ഈ ബൈബിളിൽ പലയിടത്തും വായിക്കുന്നുണ്ട്. അത് ഈ ഫെലിസ്തീയരുടെ ഒറിജിൻ, അല്ലെങ്കിൽ ഫെലിസ്തീയരുടെ ഹോംലാൻഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരാദ്യം ഉണ്ടായിരുന്ന കഫ്തോരിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് ഒക്കെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കഫ്തോര്യർ എന്നാണ് ഇവരെ പറയുന്നത്. അപ്പം കഫ്തോർ അതൊരു സമുദ്ര തീരത്തുള്ള പ്രദേശവുമാണ്. സമുദ്രതീരത്തുള്ള കഫ്തോർ, അവിടെ ഇതിൻ്റെ കഫ്തോർ കടൽപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്തരെ യഹോവ നശിപ്പിക്കും. അപ്പം ഈ പറഞ്ഞ ഗസയിലായാലും ഗത്തിലായാലും അസ്കലോനിലായാലും എക്രോനിലായാലും ഈ മഹാനഗരങ്ങളിലെല്ലാം ചേർന്ന് വരുന്ന ഫെലിസ്തരെ ദൈവം നശിപ്പിക്കുമെന്നാണ്. അതിൻ്റെ അവസാനം വായിക്കുന്നത്, അസ്കലോനും സമുദ്രതീരത്തിനും വിരോധമായി യഹോവ കൽപ്പന കൊടുത്തിരിക്കെ അടങ്ങിയിരിപ്പാൻ അതിന് എങ്ങനെ കഴിയും? എന്തിന്? ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെട്ടു പോയതുകൊണ്ട് അതിനെ നശിപ്പിക്കാതിരിക്കാൻ ആ കൽപ്പനയ്ക്ക് കഴിയുകയില്ല. അവിടേക്ക് അവൻ അതിനെ നിയോഗിച്ചയച്ചുവല്ലോ. അപ്പോൾ ഈ ദൈവം അങ്ങനൊരു കാര്യം കൽപ്പിച്ചതുകൊണ്ട് ആ ഫെലിസ്തീയരുടെ നാശം സംഭവിച്ചേ ആകൂ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് നമുക്കിത് തട്ടിച്ചു നോക്കുമ്പോൾ, ഇന്ന് കാണുന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ ഇത് സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴും ഒക്കെയും നമുക്ക് സങ്കടമുണ്ട്. അവർ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇതൊക്കെയും നമ്മൾ അവരെക്കുറിച്ച് വേദനപ്പെടുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ജനം കഷ്ടവും പ്രയാസവും ആകുമ്പോൾ. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. ഫെലിസ്തീയരെ സംബന്ധിച്ചുള്ള പ്രവചനം, അല്ലെങ്കിൽ ഫെലിസ്തീയരുടെ അവസാനം എന്തായിരിക്കുമെന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് നമ്മളെപ്പോലെയുള്ള മനുഷ്യർ കഷ്ടപ്പെടുകയും പട്ടിണി കിടക്കുകയും ആഹാരത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ സങ്കടമുണ്ട്. പക്ഷെ ദൈവം ഇങ്ങനെയൊക്കെയാണ് അതിനെ കണ്ടിരിക്കുന്നത്. ദൈവം ഫെലിസ്തീയർക്ക് വെച്ചിരിക്കുന്ന ആ ഒരു അവസാനത്തെ മറ്റൊരു മനുഷ്യനും നമുക്കാർക്കും തടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ എന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ഇവിടെയൊക്കെ നിശബ്ദമായിരിക്കുക എന്നുള്ളത് മാത്രമേ കഴിയൂ എന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഇത് ദൈവം അങ്ങനെ ചെയ്യുന്നെങ്കിൽ, അപ്പോൾ ദൈവത്തിനെ കുറ്റവാളിയായിട്ട് നമുക്ക് കാണാനൊക്കില്ല. ദൈവം ചെയ്യുന്നതെല്ലാം നീതിയും ന്യായവുമായി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാനും നമുക്ക് അതിനുള്ള വ്യവസ്ഥയില്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം. ഇപ്പോൾ ദൈവം ക്രിസ്തുവിനെ, ഒരു പാപം ചെയ്യാത്ത ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ചു. അത് വലിയൊരു തെറ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം അങ്ങനെയാണ് ചെയ്യാൻ തീരുമാനിച്ചത്. പാപത്തിന് ശമ്പളം മരണമായിരിക്കെ ഒരു പാപം ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക വഴി എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയായിരുന്നു.
നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുക? പക്ഷെ ദൈവത്തിന് മുമ്പിൽ അതിനൊരു ന്യായമുണ്ട്, അതിനൊരു നീതിയുണ്ട് എന്നുള്ളത് മാത്രം നാം മനസ്സിലാക്കുക. മൂന്നാമത്തെ വായനാഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായം. അവിടെ തമ്മിൽ എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഇത്. ഇസ്രായേൽ ജനത്തിലേക്ക് കാണുമ്പോൾ അങ്ങനെയാണല്ലോ മോശെ രാവിലെ മുതൽ രാത്രി വരെ ജനത്തിൻ്റെ വ്യവഹാരങ്ങൾക്കായി ഇരിക്കുകയും തൻ്റെ അമ്മായപ്പനായ രഘുവേൽ അല്ലെങ്കിൽ ഇത്രോ അല്ലെങ്കിൽ എരുവേൽ വന്ന് കാണുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി, നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് കീഴെ വേറെ പ്രാപ്തിയുള്ള ജ്ഞാനിയായ പുരുഷന്മാരെ നിയമിച്ചിട്ട് അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, പ്രയാസമായ കാര്യം നിൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. അങ്ങനെ 10 പേർക്ക് അധിപതി, അതിൽ നിന്ന് 50 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 1000 പേർക്ക് അധിപതി, ഇങ്ങനെയൊക്കെ ആക്കുന്ന ആളുകളെ കൂടുതലായി അതിനേക്ക് നിയമിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരു വ്യവഹാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ, തമ്മിലുണ്ടെങ്കിൽ, അപ്പോൾ അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങൾ, നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആ സഹോദരനെതിരെയോ സഹോദരിക്കെതിരെയോ പരാതി കൊടുത്താൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറയാം. അപ്പം അങ്ങനെ അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകരുത്. അവിടെ പറയുന്നത്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ സംഗതി വിധിപ്പാൻ നിങ്ങൾക്ക് കഴിയാതുണ്ടോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നാൽ പിന്നെ ഐഹിക കാര്യങ്ങൾ, ഭൗമിക കാര്യങ്ങളെ വിധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലയോ? അപ്പം അങ്ങനെ സഭയിലുള്ളവർ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ വിശ്വാസിയായ കൂടെയുള്ള മൂപ്പന്മാരെ കൊണ്ട് തന്നെ ഇത്തരം പരാതികൾക്ക്, തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. യാതൊരു കാരണവശാലും ദൈവ പൈതൽ ഒരു ജാതീയൻ്റെ മുമ്പിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ ഒരു പോരായ്മയാവുന്നതാണ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ ചെയ്യേണ്ടത് ജാതികളായ, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത, ക്രിസ്തുവിനെ അറിയാത്ത, ദൈവവിശ്വാസമല്ലാത്ത വിശ്വാസികളെത്തില്ല ആരുടെയും മുമ്പിൽ പോയി അത് ചെയ്യരുതെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ അതൊരു അന്യായമാണ് അങ്ങനെ ചെയ്യുന്നത്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ടകണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 12 മുതൽ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച് പറയുന്നതാണ്. ശരീരത്തെ സംബന്ധിച്ച് പറയുന്ന അതിൻ്റെ അവസാന വാക്യത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. എങ്കിലും അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദുർനടപ്പിനെ പറ്റി, ഇപ്പം നമ്മൾ വായിച്ച ലിസ്റ്റിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ എന്നാണ്. ഇപ്പോൾ ദുർനടപ്പുകാരെ കുറിച്ചോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കരുത്. അപ്പോൾ ആദ്യം എങ്ങനെയായിരുന്നു? അപ്പം അവർ 2 ദേഹമാണെങ്കിലും ഒരു ദേഹമാണ് എന്നുണ്ടല്ലോ. സ്ത്രീയും പുരുഷനും, അത് ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ചാണ് പറയുന്നത്, സ്ത്രീയും പുരുഷനും അവർ 2 ആണെങ്കിലും അവർ ഒരു ദേഹമായി തീരുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വേശ്യയോട് പറ്റിച്ചേരുന്നു, അവളുമായി ഏകശരീരമാകുന്നു. അപ്പോൾ അത് വലിയ തെറ്റായ കാര്യമായി. അപ്പം അങ്ങനെ ദുർനടപ്പ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ കുറ്റങ്ങളും പാപങ്ങളും ശരീരത്തിന് പുറത്താണ്. പക്ഷെ ദുർനടപ്പ് സ്വന്തം ശരീരത്തിൽ തന്നെയാണ് ആ പാപം ചെയ്യുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനും അവനുമായി ഏകാത്മാവാകുന്നു. അത് ഭാര്യ ഭർത്തൃ ബന്ധം പോലെയാണ്, ഏകാത്മാവാകുന്നു. അങ്ങനെ ഏകാത്മാവായിരിക്കുന്ന ഒരു മനുഷ്യൻ ദുർനടപ്പ് ചെയ്യാൻ പോകുമ്പോൾ, ദുർനടപ്പിൽ അകപ്പെടുമ്പോൾ അവിടെയും ഈ പറഞ്ഞ ഏകശരീരമാകുക എന്നുള്ള പ്രക്രിയ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് പല ഏകശരീരങ്ങളായി നിൽക്കാനൊക്കില്ല. അപ്പോൾ ആ ദുർനടപ്പുകാരന് അവിടെ തന്നെ എഴുതിയിട്ട് സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കളുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ ക്രിസ്തു തൻ്റെ ജീവൻ കൊണ്ട്, രക്തം കൊണ്ട് വീണ്ടെടുത്തതാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്മേൽ നിങ്ങൾക്കിനി യാതൊരു അധികാരാവകാശങ്ങളുമില്ല. അത് വീണ്ടെടുക്കപ്പെട്ടതാണ്. അത് ക്രിസ്തു രക്തം കൊടുത്ത് വീണ്ടെടുത്തതാണ്. ഇത് മറ്റൊരുവനായിപ്പോയി. ഇത് ക്രിസ്തുവിനായിപ്പോയി. ക്രിസ്തുവാണ് അത് അതിനുവേണ്ടി വില കൊടുത്തത്. അത് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങൾക്കുള്ളവരല്ല, അത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ 14-15 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 14-15 മുതലുള്ള വാക്യങ്ങൾ. എന്താണ് നമ്മുടെ ശരീരം? ആ ശരീരത്തിൽ ദുർനടപ്പ് എന്ന് പറയുന്ന വിഷയത്തെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ പ്രാപിക്കാനിരിക്കേണ്ട ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ അതെങ്ങനെയാണെന്ന് വായിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു പറഞ്ഞ് തീർത്ത് തരുവാൻ ഇത്രയേ കഴിയുകയുള്ളൂ അതിനെക്കുറിച്ച്. പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട് എന്നുള്ളത് ചിന്തിക്കുകയും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഈ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ ആലോചിച്ച് അത് എത്രത്തോളം അവിടെ ഓർക്കേണ്ടത്, ആദിയിൽ അവർ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെടുകയും അവർ അപ്പനെയും അമ്മയും വിട്ട് ഏക ശരീരമായി തീരും എന്ന് എഴുതിയിരിക്കുന്ന അതുമായിട്ട് ചേർത്ത് വെച്ച് വേണം ഈ ദുർനടപ്പിനെ സംബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. താങ്ക് യു. ഇന്നത്തെ വായന ഭാഗങ്ങൾ താങ്കൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇതോട് ചേർത്ത് വെച്ചിട്ടുള്ള ടെലിഫോൺ നമ്പറിൽ വിളിക്കുകയും സംസാരിക്കുകയും കൂടുതൽ ചർച്ച ചെയ്ത് കൂടുതൽ വലിയ അറിവുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് കൂടി ഈ സമയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.